തള്ളിപ്പറച്ചിലുകളുടെ റോൾ മോഡലായി നാം പത്രോസിനെ ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. ബെത്സേദയിലെ മീൻപിടുത്തക്കാരൻ ചില തെറ്റുകൾ വന്നു പോയെങ്കിലും പൂർവാധികം ശക്തിയോടെ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ. ജീവിതത്തിൽ എടുത്തടിച്ച വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഗുരു അവനെ കണക്കിന് ശകാരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് വായിച്ചെടുക്കുവാനുള്ള കഴിവ് പത്രോസിനല്ലാതെ മറ്റാർക്കാണുണ്ടാവുക? അവൻ ഗുരുവിനോട് പറയുന്നുണ്ട്, എല്ലാവരും നിന്നിൽ നിന്ന് ഇടറിയാലും ഞാൻ ഒരിക്കലും ഇടറിപ്പോവുകയില്ല എന്ന്. എന്നാൽ മത്തായി 26 വാക്യത്തിൽ പത്രോസ് അതീവ ദുഃഖത്തോടെ പൊട്ടിക്കരയുകയാണ്. കാരണം അവൻ ഇടറിപ്പോയിരിക്കുന്നു. പക്ഷേ അനുതാപത്തോടെ ഗുരുവിൻ്റെ പക്കലേക്ക് അവൻ വീണ്ടും തിരികെ ചെല്ലുന്നുണ്ട്. അവൻ സഭയുടെ നെടുന്തൂണായി മാറുന്നുണ്ട്. ജനം തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അതെ, ഈ പൊട്ടക്കിണറ്റിൽ ആരോ വീണിട്ടുണ്ട്. കൂടെ നിന്നിരുന്ന ആർക്കും അയാളെ രക്ഷിക്കുവാനായിട്ടുള്ള ധൈര്യമില്ല. കൂട്ടത്തിൽ നിന്ന് ഒരു യുവാവ് വരുന്നു. അവൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഈ കയറിൻ്റെ അറ്റമൊന്ന് പിടിക്കണം. പലരും തയ്യാറാവുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിങ്ങളാരുമല്ല, എൻ്റെ അപ്പൻ ഇതിൻ്റെ അറ്റം പിടിക്കട്ടെ. അപ്പൻ പിടിച്ച ആ കയറിന് ഒരറ്റം ചേർന്ന് വീണയാളെ ഇവൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ജനക്കൂട്ടം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങളെ നീ വിശ്വസിച്ചില്ല? അവൻ പറയുന്നത് ഇപ്രകാരമാണ്, കയറിൻ്റെ അറ്റം പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനാണ്. കൈവേദനിച്ചാൽ അപ്പൻ എന്നെ വിട്ടുകളയില്ല എന്നൊരു വിശ്വാസമുണ്ട്. പത്രോസിനുണ്ടായ വിശ്വാസം ഇതുതന്നെയാണ്. ഇടറിപ്പോയാലും ചേർത്ത് പിടിക്കുവാൻ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതയിലും പ്രയാസങ്ങളിലും എൻ്റെ കൂടെ നടന്ന് നിൻ്റെ വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെ ശോധന ചെയ്ത് വീണ്ടും നിന്നോടൊപ്പം നിർത്തണമേ. ആമീൻ.